നമസ്കാരം. ഇപ്പോൾ പ്രധാനമായും യുദ്ധം നടക്കുന്നത് ഇറാനെതിരെയാണെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് പാകിസ്ഥാനാണ്. അതായത് പാകിസ്ഥാൻ അടുത്ത നിമിഷം ഈ ഭൂമുഖത്ത് ഉണ്ടാകുമോ എന്ന സംശയമാണ്. ആ സംശയത്തിൻ്റെ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് പാകിസ്ഥാന് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ രീതിയിലുള്ള എതിർപ്പുണ്ടാകുന്നു. പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇറാനൊപ്പം നിൽക്കുകയാണെങ്കിൽ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണം സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇനി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവിടുത്തെ IRGC മേധാവിയായ സർദൈൻ ഹുസൈൻ നജാദത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു കാരണവശാൽ അമേരിക്കയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം പാകിസ്ഥാൻ നേരിടേണ്ടി വരും. ഇനി പാകിസ്ഥാൻ്റെ ആഭ്യന്തര കാര്യമെടുത്താൽ വളരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ആഭ്യന്തരമായി പാകിസ്ഥാൻ നേരിടുന്നത്. അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭത്തിലാണ്. അതായത് പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന തരത്തിൽ വലിയ പ്രക്ഷോഭമാണ് പാകിസ്ഥാനകത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ ജനത തന്നെ അമേരിക്കൻ എംബസിക്ക് നേരെ വളരെ ശക്തമായൊരു ആക്രമണമാണ് നടത്തിയത്. അങ്ങനെ ആഭ്യന്തരമായിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നും സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഒക്കെ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള വാർണിങ്ങുകളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ സഹായമൊന്നും പാകിസ്ഥാന് ലഭിക്കുന്നില്ല. ചൈനയുടെ ഭാഗത്ത് നിന്ന് സഹായം ലഭിക്കുന്നില്ല. ഇനി മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ആക്രമണമാണ് പാകിസ്ഥാൻ നേരിടുന്നത്. 2600 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഡ്യൂറൻ ലൈനിൽ നിന്ന് പാകിസ്ഥാൻ സിവിലിയൻസ് പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. 66,000-ഓളം പാകിസ്ഥാൻ പൗരന്മാർ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ വലിയ രീതിയിലുള്ള പിന്നോട്ടടിയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. അതായത് ആഭ്യന്തരമായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കുന്നില്ല. സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ആക്രമണ ഭീഷണി ഉണ്ടാകുന്നു. സൗദി അറേബ്യയുടെ ഭാഗത്തുള്ള ആക്രമണ ഭീഷണിയെ ചെറുതായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ സാമ്പത്തികമായി ഏറെ തകർന്നു കഴിഞ്ഞു. പാകിസ്ഥാനെ ഏറ്റവും അധികം സഹായിച്ച ഒരു രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയ്ക്ക് ധാരാളം കാശ് പാകിസ്ഥാൻ നൽകാനുമുണ്ട്. 66,000 ബില്യൺ തുകയ്ക്ക് പാകിസ്ഥാൻ ബാങ്ക്രപ്റ്റൻസിയിലേക്കാണ് നീങ്ങുന്നത്. ഇനി IMF-ൽ നിന്ന് സഹായം ലഭിക്കില്ല എന്ന ഒരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അങ്ങനെ പാകിസ്ഥാൻ എല്ലാ രീതിയിലും ഒറ്റപ്പെട്ടു കഴിഞ്ഞു. അടുത്ത നിമിഷം ഏത് നിമിഷത്തും വേണോ ഏത് ഭാഗത്തു നിന്ന് വേണോ വളരെ ശക്തമായ ഒരു ആക്രമണം പാകിസ്ഥാന് ഉണ്ടാകും. ആ ആക്രമണത്തെ അതിജീവിക്കുവാൻ പാകിസ്ഥാന് കഴിയുമോ എന്നുള്ള സംശയത്തിലാണ്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനകത്ത് ഭീകരവാദ ആക്രമണം 42% വർദ്ധിച്ചു കഴിഞ്ഞു. ഇനി ബലൂജ് ആർമിയുടെ കാര്യമെടുത്താലും തെഹ്രീക്ക് താലിബാൻ, പാകിസ്ഥാൻ തന്നെ പാലൂട്ടി വളർത്തിയ തെഹ്രീക്ക് താലിബാൻ്റെ കാര്യമെടുത്താലും അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം ഭീകരവാദികളുടെ കൈകളിൽ നിന്നുണ്ടാകുന്നു. ഈ ഭീകരവാദികളെല്ലാം മോശം ഭീകരവാദിയായിട്ടാണ് പാകിസ്ഥാൻ നേരത്തെ ചിത്രീകരിച്ചിരുന്നത്. അതായത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്ന നല്ല ഭീകരവാദികളും പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്ന മോശം ഭീകരവാദികളും, അങ്ങനെ രണ്ട് തരം ഭീകരവാദികൾ പാകിസ്ഥാനകത്തുണ്ടായിരുന്നുവെങ്കിലും ഈ ഭീകരവാദികളെല്ലാം സംയുക്തമായി ഇപ്പോൾ പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ്റെ സർക്കാരും ഭീകരവാദികളിൽ നിന്ന് പോലും ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതായത് സമ്പദ് വ്യവസ്ഥ ആകെ തകർന്നു കഴിഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്ന് അതിജീവിക്കാൻ പാകിസ്ഥാൻ എങ്ങനെ യുദ്ധം നടത്തും എന്നുള്ളത് സമ്പത്തിനെ ആശ്രയിച്ചാണ്. അങ്ങനെ സാമ്പത്തിക വ്യവസ്ഥ പോലും പാകിസ്ഥാനിൽ താറുമാറായിരിക്കുന്നു. ആർമി ഒഴിച്ച് മറ്റെല്ലാം എങ്ങനെ അടുത്ത ദിവസം പുലർന്നാൽ ജീവിക്കും എന്നുള്ള സംശയത്തിലാണ് അവിടുത്തെ ജനത. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തര കലാപം ഇറാനിൽ ആദ്യ സമയത്ത് പൊട്ടിപ്പുറപ്പെട്ടതുപോലെ ഒരു ആഭ്യന്തര കലാപം കൂടി പാകിസ്ഥാനിൽ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിച്ചു വരികയാണ്. അതായത് പാകിസ്ഥാൻ ഏതു നിമിഷവും ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇനി ഏതെങ്കിലും ഒരു രീതിയിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഭാരതത്തിൻ്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ഒക്കെ സഹായം ആവശ്യമാണ്. ഇനി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനാണെങ്കിൽ പാകിസ്ഥാൻ കീഴടങ്ങിക്കഴിഞ്ഞാൽ മൂന്നായിട്ട് പാകിസ്ഥാൻ വേർപിരിയപ്പെടും. ഇന്ത്യയുടെ നിന്ന് ചതിയിൽ പാകിസ്ഥാൻ ആർമി കൈവശപ്പെടുത്തിയ, അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് പാകിസ്ഥാൻ ആർമി കൈവശപ്പെടുത്തിയ ഭാഗം ഇന്ത്യയിലേക്ക് വന്നു ചേരും. ഇനി ബലൂചിസ്ഥാൻ മറ്റൊരു രാജ്യമായി മാറും. ഇനി നടുക്ക് കിടക്കുന്ന പഞ്ചാബ് സിന്ധ് പ്രവിശ്യ മാത്രമാണ് പാകിസ്ഥാനുള്ളത്. അങ്ങനെ മൂന്നായിട്ട് വേർപിരിയപ്പെടും. അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നേക്കുമായി ഛിന്ന ഭിന്നമായി പലതായി വേർപിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലും കൂടിയാണ് ഇപ്പോൾ. ഇനി എന്താണ് പാകിസ്ഥാൻ്റെ ഭാവി എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി
HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.